Hello, this is Majisha from Atmaya Designer Studio. ഇന്ന് ഞാനൊരു അർജന്റ് കാര്യം പറയാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണത്. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കില്, നിങ്ങൾ മിക്ക ബൊട്ടിക്കിന്റെയും അല്ലെങ്കിൽ ഏതെങ്കിലും സെയിൽസ് നടക്കണയൊക്കെ അക്കൗണ്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പല ഫ്രോഡ് ആക്ടിവിറ്റീസിന്റെ ഒക്കെ വീഡിയോസ് അവരുടെ അക്കൗണ്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാവണത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എത്രയോ വർഷമായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഇഗ്നോർ ചെയ്യാറുണ്ട്. അപ്പൊ അന്നൊക്കെ നമുക്ക് മെയിൻ ഒരു സംഭവം ഉണ്ടാവാറ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോസ് മിസ്യൂസ് ചെയ്യുക. ലൈക്ക് നമ്മുടെ വീഡിയോസ് വേറെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഓർഡേഴ്സ് എടുക്കുക, വേറെ നമ്പർ കൂടെയൊക്കെ. അപ്പോൾ അതിൽ ഞാൻ വിചാരിക്കും അതിപ്പോൾ ആൾക്കാരുടെ മിസ്റ്റേക്ക് തന്നെയാണ്. അതായത് ഒരു നമ്മുടെ ഇപ്പം അങ്ങനത്തെ പേജിൽ ഞാൻ കയറി നോക്കുമ്പോൾ, അങ്ങനത്തെ അക്കൗണ്ടിൽ ഞാൻ കയറി നോക്കുമ്പോൾ കാണാറുണ്ട് പല പല ബൊട്ടീക്കിലെ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ അതിൽ ഒരു വീഡിയോയിൽ ഇപ്പം ഞങ്ങളുടെ വാട്ടർമാർക്കൊക്കെ അതേപോലെ തന്നെ ഇട്ടിട്ടാണ് അവർ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ അതിൽ കണ്ടിട്ട് പിന്നെ അവർക്ക് അതിൽ ആ ഡ്രസ്സ് ഡെലിവർ ആവാണ്ടാവുമ്പം അവർ ആ വാട്ടർമാർക്ക് കണ്ടിട്ട് അത് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ട് അങ്ങനെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനത്തെ കേസിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങളൊരു വേറെ അക്കൗണ്ടിൽ കയറിയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് നമ്മളുടെ അടുത്ത് വന്നിട്ട് സാധനം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഈശ്വര ഇത് എന്താപ്പോ എന്ന് വിചാരിക്കും. പിന്നെയാണ് അവരുടെ അടുത്ത് സ്ക്രീൻഷോട്ട് അയക്കാൻ പറയുമ്പോൾ അത് വേറെ നമ്പർ ഏതോ ഹിന്ദിക്കാരുടെയൊക്കെ നമ്പേഴ്സാണ് മിക്ക ടൈമിലും ഉണ്ടാവാറ് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മളത് അങ്ങനെയായിരുന്നു സംഭവിക്കാറുള്ളത്. പിന്നെ ഉണ്ടായിട്ടായിരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ പോസ്റ്റിന് താഴെ ഇങ്ങനെ എല്ലാവരും കമന്റ്സ് ഇട്ടുകൊണ്ടിരിക്കുക, വേറെ നമ്പർ വന്നിട്ട് വേറെ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ റേറ്റിന് വേണ്ടിയിട്ടത്. അതും ഒക്കെ അത് എന്താണെന്നറിയാം, അവരുടെ അക്കൗണ്ട് നെയിം വേറെയായിരുന്നു. അതായത് അവരുടെ എന്തൊക്കെയോ പേഴ്സണൽ അക്കൗണ്ടും അല്ലെങ്കിൽ അവരുടെ പൊട്ടിക്ക് എന്തൊക്കെയോ ഫാഷൻ ടെക്സ്റ്റൈൽസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെയോ വന്നിട്ട്, അപ്പൊ അതിലും നമ്മൾ ഉത്തരവാദികളല്ല. അതല്ല വെച്ചാൽ നമുക്ക് അത് ടെൻഷൻ ഇല്ല, അത് അവരല്ലേ ഇട്ടേക്കണേ, അവരിടട്ടെ. അങ്ങനെ നമ്മളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ നോക്കിയിട്ടല്ലേ നമ്മൾ റിപ്ലൈ കൊടുത്താലല്ലേ അതിന് പറ്റുള്ളൂ. അതിലും കുറേ കസ്റ്റമേഴ്സ് പോയിട്ട് അങ്ങനെ വേറെ കൊടുത്തിട്ട് അതിലും പോയിട്ട് പിന്നെ എൻ്റെ അടുത്ത് തിരിച്ചു വന്ന് അവിടെ പോയി കൊടുത്തുപോയി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട് കേട്ടോ. അതും വിട്ടിട്ട് ഇപ്പൊ അടുത്തുണ്ടാവണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സെയിം അക്കൗണ്ട് പേരിൽ, അതായത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അവർ ആഡ് ചെയ്യുക, ആത്മീയ ഡിസൈനർ സ്റ്റുഡിയോ _ എന്നൊക്കെ വെച്ചിട്ട്. അപ്പൊ ഇന്നാള് ഞാൻ ഒരു ഇത് നോക്കിയപ്പോൾ ഞാൻ കമന്റ്സ് ഫ്രീ ആയപ്പോൾ കമന്റ്സിൽ റിപ്ലൈ ചെയ്യാൻ നോക്കിയപ്പോൾ ഓൾറെഡി ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചത്. ശരിക്കും ഞാൻ തന്നെ അതിൽ ഇതായിപ്പോയി. ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ചെയ്തതാണ്. കാരണം നമ്മുടെ അതേപോലത്തെ പ്രൊഫൈൽ DP ഒക്കെ ഇട്ടിട്ട് അവര് വന്നേക്കാണ്. എന്താ പറയാ, അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ ആവണമെങ്കിൽ നമ്മൾ തന്നെ ഇത് നമ്മളാണോ എന്ന് വിചാരിച്ചു പോയെങ്കിൽ എന്താ പറയാ, കസ്റ്റമേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങളൊരു ഒരു കാര്യം നമ്മൾ എല്ലാ പോസ്റ്റിൻ്റെയും കൂടെ ഇടുന്നതാണ്. നിങ്ങൾ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക. ഇത് രണ്ടിലും എന്തെങ്കിലും ഒരു ഓപ്ഷൻ അത് മാത്രം ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ എല്ലാ പോസ്റ്റിൻ്റെയും കൂടെ ഞങ്ങൾ ഇടുന്നതാണ്. പക്ഷേ അത് കുറേ പേര് അത് ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷെ കുറേ പേര് അത് ചെയ്യാറില്ല. എന്നിട്ട് കമൻസിന് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിൽ റിപ്ലൈ കിട്ടില്ല എന്ന് കിടന്ന് പറയുക ചെയ്യുക. നമ്മൾ എന്താണ് പറഞ്ഞേക്കണത്, നമ്മൾ ഇൻബോക്സ് ചെയ്യൂ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യൂ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യൂ എന്ന് പറഞ്ഞ ഒരു സാധനത്തിൽ പോയിട്ട് നിങ്ങൾ കമൻസ് ഇട്ടിട്ട് ഇവർ റിപ്ലൈ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ റിപ്ലൈ ചെയ്യില്ല നിങ്ങൾ പറയണത് ഞങ്ങൾ കാണുന്നും കൂടി ഇല്ല. മനസ്സിലായോ? പ്ലീസ് റിപ്ലൈ എന്ന് പിന്നെയും പറയണമെന്ന് നമ്മൾ കാണുന്നില്ല. കണ്ടിട്ട് ഞങ്ങളത് ഇഗ്നോർ ചെയ്യല്ല. കാരണം നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതിയടാ, ഇപ്പം നമ്മൾ ഇത്രയും റിപ്ലൈ, അതായത് ഇത്രയും മെസ്സേജസിന് റിപ്ലൈ കൊടുക്കണം, വാട്സാപ്പിന് റിപ്ലൈ കൊടുക്കണം, പിന്നെ എല്ലാ കമന്റ്സും. അതും ഇപ്പം ലേറ്റസ്റ്റ് പോസ്റ്റിന്റെ കമന്റ്സ് ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യായിരിക്കും, ചിലപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യും ലേറ്റസ്റ്റ്. പക്ഷെ നിങ്ങൾ ഒരു 4-5 മാസം മുന്നേത്തേലൊക്കെ പോയിട്ട് കമന്റ്സ് ഇട്ടുണ്ടെങ്കിൽ നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റാറില്ല. അത് പോസിബിൾ അല്ല. അല്ലെങ്കിൽ ഞാൻ അതിനായിട്ട് കുറേ പേരൊക്കെ ഇരുത്തണം. അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല. നമ്മൾ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ 2 ഓപ്ഷനാണ് നമ്മളുടെ അടുത്ത ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ. അപ്പം ഞാനിപ്പോൾ എന്താ പറഞ്ഞു വന്നു വെച്ചാൽ, ഇങ്ങനത്തെ അക്കൗണ്ട്സ്, അതായത് നമ്മുടെ പേരിൽ തന്നെ അത് ഞാൻ ബാൻ ചെയ്തു. അതായത് റിപ്പോർട്ട് അടിച്ചു. ഇൻസ്റ്റാഗ്രാം അവരെ ബാൻ ചെയ്യുമ്പോൾ അവർ വീണ്ടും തുടങ്ങുകയാണ്. അതായത് ഒരു കുത്തും കോമയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് പിന്നെ അക്കൗണ്ട് തുടങ്ങുക. ഇത് വീണ്ടും നമ്മുടെ താഴെ വന്നിട്ട് കമൻസ് ഇടുക. ഇപ്പം ഞാൻ മാക്സിമം അത് അറിയണോണ്ട് നോക്കിയിട്ട് ഞാൻ അവരെ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. എന്നാലും ആരെങ്കിലും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അത് അങ്ങനെ ഞങ്ങളല്ല, ഞങ്ങളുടെ വെരിഫൈഡ് അക്കൗണ്ടാണ്. ഇൻസ്റ്റാഗ്രാമിലുള്ളത് വെരിഫൈഡ് അക്കൗണ്ടാണ്. അപ്പോൾ അതിൻ്റെ കമൻസിൽ നിങ്ങൾക്ക് അറിയാലോ ബ്ലൂ ടിക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇടുന്നതിൽ ബ്ലൂ ടിക്ക് വന്നിട്ടുള്ള അക്കൗണ്ട് ആണെങ്കിൽ മാത്രം നിങ്ങൾ അതിന് ഇത് കൊടുക്കുക. അപ്പം ഞങ്ങൾക്ക് ഇത് പറയാനേ പറ്റുള്ളൂ. എല്ലാവരുടെ അടുത്തും വന്നിട്ട് നമുക്ക് എന്താ പറയുക, എല്ലാ കമൻസിൻ്റെയും താഴെ നമുക്കത് പോസ്റ്റ് ചെയ്യാൻ എപ്പോഴും പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടിടാന്ന് വിചാരിക്കുന്നത്. ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ട്സ് ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാം. കാരണം നമുക്ക് ജസ്റ്റ് ഈ അക്കൗണ്ടുകളെ കാണാനായിട്ട്, ആ അക്കൗണ്ടിൽ കയറി നോക്കാൻ നേരത്ത് 0 ഫോളോവേഴ്സ്, 0 പോസ്റ്റ്, 0 ഫോളോയിങ് ഒക്കെയാണ്. അപ്പോൾ അങ്ങനെ
വെറുതെ ഇങ്ങനെ ഉണ്ടാക്കുക. ലൈക്ക് ഒരു ഓർഡർ, അതായത് നമ്മുടേന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ താഴെ കൊണ്ടുവന്ന് ഇടാം. മിക്കതും ഔട്ട് ഓഫ് കേരള ആൾക്കാരാണ്, അതായത് എൻ്റെ അടുത്ത് വന്നേക്കണ, അതായത് അവിടെയൊക്കെ ചെന്നിട്ട് നമ്മളെ അടുത്തേക്ക് തിരിച്ചെത്തുന്ന കസ്റ്റമേഴ്സ് പറഞ്ഞേക്കണത് ചേച്ചി ഹിന്ദിക്കാരാണെന്നുള്ളതാണ് പറയാറുള്ളത്. അപ്പം നമ്മൾ എറണാകുളത്ത് ലൊക്കേറ്റഡ്. അപ്പം നമ്മുടെ കമൻസിൽ ഇങ്ങനെ എന്തെങ്കിലും മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ലൈക്ക് ഏത് നമ്പറിലാണ് നിങ്ങൾ റിപ്ലൈ ചെയ്യണമെന്നുള്ളത്. പിന്നെ അതിൽ പോയിട്ട് അങ്ങനെ അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതും അതെന്താണ് ക്വാളിറ്റി എന്നുള്ളതൊന്നും നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം എൻ്റെ ഇതിലെന്ന് പറയാൻ നേരത്ത് നമ്മൾ തന്നേക്കണ നമ്പർ, തന്നേക്കണ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ, അതിലല്ലാണ്ട് ഒരു ഇതിലും നമ്മൾ ഓർഡേഴ്സ് എടുക്കില്ല കേട്ടോ. പിന്നെയുള്ള ഒരു മെയിൻ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ കസ്റ്റമേഴ്സ് അതിൻ്റെ കൂടെ പറയേണ്ടതല്ല, എന്നാലും ഞാൻ ഒരു വീഡിയോ എന്തായാലും എടുത്തതാണല്ലോ, അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ പറയാം. കുറേ കസ്റ്റമേഴ്സ് ചേച്ചി ഈ ലൊക്കേഷൻ എവിടെയാണ്, ലൊക്കേഷൻ എവിടെയാന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായേക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് ഒരു അക്കൗണ്ടിൽ ഒരാൾ ബുക്ക് ചെയ്യാൻ നേരത്ത്, അപ്പൊ എനിക്ക് എൻ്റെ എക്സാമ്പിൾ അല്ലേ പറയാൻ പറ്റും. ഞാനൊരു സംഭവം ബുക്ക് ചെയ്യാൻ നേരത്ത് നമ്മളതൊന്ന് ജസ്റ്റ് നമ്മളൊരു 2 മിനിറ്റ് നമ്മൾ അതിന്റെ പിന്നിൽ നമ്മളൊന്ന് ഇരിക്കുമല്ലോ. ലൈക്ക് ആ ബൊട്ടീക്കിന്റെ പേരൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈലിൽ കൂടെ ഒന്ന് ജസ്റ്റ് പോയി നോക്കുക. അങ്ങനെയൊക്കെ നമ്മളൊരു ബേസിക് ആയിട്ടുള്ള ഒരു 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 ആദ്യം ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ റിസർച്ച് നമ്മളൊന്ന് നടത്തിയിട്ടല്ലേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വാങ്ങാനൊക്കെ ഇതാവുള്ളൂ. ചില കസ്റ്റമേഴ്സിന് ഞാൻ കണ്ടിട്ടുണ്ട്, ചേച്ചി ലൊക്കേഷൻ എവിടെയാന്ന് വെച്ചൊരു 10-15 മെസ്സേജ് അയച്ചിടും. അപ്പം ഞാൻ വിചാരിക്കും ലൊക്കേഷൻ അത്, എന്നിട്ട് പിന്നെ റിപ്ലൈ തരുന്നില്ല എന്നൊക്കെ പറയും. അപ്പം നമ്മൾ ലൊക്കേഷനൊക്കെ കറക്റ്റായിട്ട് എല്ലാ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ ഞാൻ എൻ്റെ അഡ്രസ്സ് ഇടുന്നുണ്ട്. നമ്മുടെ ബയോയിൽ നമ്മുടെ അഡ്രസ്സ് ഉണ്ട്, ഒന്നിന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെയൊക്കെ ചില കസ്റ്റമേഴ്സ് ആണ് ഇതിൽ ചെന്ന് പെടണേന്ന് വെച്ചാൽ അവർ അതായത് നമ്മളൊരു സാധനം ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ ഈ പറയണത് ഇങ്ങനെ കേൾക്കുക, അത് ഇങ്ങനെ അങ്ങനെ കിട്ടിയിട്ട് ഇൻബോക്സിൽ ഇങ്ങനെ കിട്ടിയിട്ട് നമ്മളായിട്ട് എന്തേലും ഒന്ന്, കാരണം നിങ്ങളൊരു സംഭവം ഡ്രസ്സ് ബുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കാശ് കളയല്ലേ ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ പൈസ മുടക്കണ കാര്യമല്ലേ. അപ്പോൾ ആ പൈസ മുടക്കണ സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട്, അതായത് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊന്നൊരു ഗൂഗിളിലെങ്കിൽ അടിച്ച് നോക്കിയിട്ട് നിങ്ങളതൊന്ന് ചെയ്യുക. അപ്പോൾ അതിൽ ലൊക്കേഷൻ കിട്ടും, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും, ഓണർ ആരാന്ന് കിട്ടും, നമ്പർ ഏതാന്ന് കിട്ടും, എല്ലാം അതിൽ കറക്റ്റായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ വീണ്ടും നിങ്ങൾ ഈ കമൻസ് കൂടെ തന്നെ ലൊക്കേഷൻ എവിടെയാന്നൊക്കെ എത്ര പേരാ ചോദിക്കാന്നറിയോ, ഇതെവിടെയാന്നൊക്കെ എല്ലാത്തിൻ്റെയും കൂടെ ഞങ്ങൾ പണി കുറയ്ക്കാനായിട്ടാണ് ഇതൊക്കെ ചെയ്തിടുന്നത് അല്ലേ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വെറുതെ ഇങ്ങനെ വീഡിയോസ് ഇട്ടിട്ട് പോയാൽ പോരെ. എല്ലാത്തിൻ്റെയും താഴെ നമ്മളിങ്ങനെ എന്താ പറയുക, ഡിസ്ക്രിപ്ഷൻ ഇടണ്ട, ക്യാപ്ഷൻ ഇടണ്ട, ലൈക്ക് എന്താ പറയുക, അഡ്രസ്സ് ഇടണ്ട, അതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് വരുന്നില്ലല്ലോ. നമ്മൾ ഇതൊക്കെ ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ചോദ്യം കുറഞ്ഞ് കിട്ടി, ആ 2 ചോദ്യം നമുക്ക് വേറൊരു കസ്റ്റമർക്ക് അതിൻ്റെ ആ രണ്ട് റിപ്ലൈ നമുക്ക് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അതും കൂടി ഒന്ന് ലൈക്ക് നമ്മൾ എല്ലാത്തിനും കൂടെ ഡിസ്ക്രിപ്ഷൻ ഇടുമ്പം ആ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ബുക്ക് ചെയ്യാൻ വരുവാണെങ്കിൽ വളരെ സൗകര്യമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും പെട്ടെന്ന് പണി കഴിയും, ഞങ്ങൾക്കും പെട്ടെന്ന് പണി കഴിയും. അപ്പോൾ അതുമല്ല, നിങ്ങൾ വേറെ ഇതിലൊന്നും, അതായത് ഇങ്ങനെ ഉടായ്പകളിലൊന്നും ചെന്ന് വീഴുമില്ല. അപ്പോൾ അതേപോലെ എല്ലാം ഒന്ന് നോക്കുക. അപ്പോൾ നമ്മളൊരു ഇൻസ്റ്റാ അക്കൗണ്ടിൽ നമുക്കൊരു സാധനം വാങ്ങണമെങ്കിൽ ജസ്റ്റ് അവരുടെ ബയോ ഒന്ന് വായിച്ചു നോക്കുക അല്ലേ. ഇങ്ങനെ അവരുടെ ബയോ ഡീറ്റെയിൽസ് നോക്കുക, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക, അങ്ങനെയൊക്കെ നോക്കിയിട്ട് കുറച്ച് റിവ്യൂസൊക്കെ നോക്കുക. അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെയ്യുമ്പം കുറച്ചും കൂടെ ഒന്ന് നമുക്ക് തന്നെ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട്, ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ നിന്നല്ലെങ്കിലും ഏത് അക്കൗണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് നമുക്ക് അങ്ങനെയാണെങ്കിൽ ബുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അതേപോലെ തന്നെയാണ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പം, ഇപ്പോൾ ഒരു ലൊക്കേഷൻ ആണെങ്കിലും എല്ലാ പോസ്റ്റിൻ്റെയും കൂടെ ഞാൻ ഞങ്ങളുടെ ലൊക്കേഷൻ അഡ്രസ്സ് എല്ലാ സംഭവവും ഞങ്ങൾ ഇടുന്നുണ്ട്. പക്ഷെ എന്നാലും ഉണ്ട് കുറേ പേര് വന്നിട്ട് ലൊക്കേഷൻ എവിടെയാന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളൊരു സംഭവം ബുക്ക് ചെയ്യുമ്പം ഒരു ഡ്രസ്സിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു മിനിറ്റ്, ഒരു 1.5 മിനിറ്റ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുക, അവരുടെ അക്കൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കുമ്പോൾ ഒക്കെ നമുക്കൊരു ഏകദേശം എന്തായാലും ഒരു ഐഡിയ കിട്ടേണ്ടതാണ്. ഈ ഒരു ഉടായ്പ അക്കൗണ്ടുകളുടെ കമൻസിലും അവിടെയൊക്കെ നോക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഒരു കമൻസും ഉണ്ടാവില്ലായിരിക്കും, ഇല്ലെങ്കിൽ കമൻസിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ അല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാണ്ടിരിക്കില്ല. അപ്പോൾ കുറച്ചൊന്ന് ഒരു മിനിറ്റെങ്കിലും നിങ്ങൾ ഒന്ന് ഈ എന്താ പറയുക, ത്രൂ മെസ്സേജ് മാത്രം, വാട്സാപ്പിൽ കൂടെ മെസ്സേജും ഇൻസ്റ്റാഗ്രാമിൽ കൂടെ മെസ്സേജിൽ കേട്ടത് മാത്രം വിശ്വസിക്കുക, അല്ലാണ്ട് ജസ്റ്റ് ഒരു മിനിറ്റ് നമ്മൾ കാശ് ചിലവാക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു മിനിറ്റ് ജസ്റ്റ് ഒരു റിസർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊന്നും കുടുങ്ങില്ല കേട്ടോ.